സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഭാഗത്തൊന്നും വന്നല്ലോ. അതായത് നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ, നമുക്ക് വ്യക്തമല്ലാത്ത പ്രോനൗൺ അല്ലേ. ആരോ എന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫ്ലുവന്റ് ഹാപ്പി ലേണിംഗ്. ഇന്ന് നമ്മൾ 9th ഡേയിലാണ്. ജസ്വിൻ നമ്മോടൊപ്പം ഉണ്ട്. ഹായ് ജസ്വിൻ, ആർ യു റെഡി ഫോർ ദ ക്ലാസ്? യെസ്. ആൻഡ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ നോക്കിയിരുന്നത് ഏതിനെ പറ്റിയായിരുന്നു ജസ്വിനെ? പാർട്സ് ഓഫ് സ്പീച്ചിനെ പറ്റിയായിരുന്നു. പാർട്സ് ഓഫ് സ്പീച്ചിലെ ആദ്യത്തെ നൗൺ ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നൗണിന്റെ ഡീറ്റെയിലിംഗ് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നൗണിന്റെ വീഡിയോ കാണേണ്ടതാണ്. അതിനുശേഷം ഇന്ന് നമ്മൾ പോകുന്നത് പ്രോനൗണിലേക്കായിരിക്കും. ഓക്കെ ജസ്വിൻ, ഞാനൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസ് വായിക്കും. ഒരു കഥ പോലെയുള്ള സെന്റൻസ് ഒന്ന് വായിച്ചു ജസ്വിനെ. Jack went to the park. Jack played on the swings. And Jack played on the swings. After that, Jack went to Jack's home. ഇതിൽ എന്തെങ്കിലും ഒരു രസമില്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ടോ? എല്ലായിടത്തും ജാക്ക് ഉണ്ട്. എല്ലായിടത്തും ജാക്ക് ഉണ്ട്. ഒരു റിപ്പറ്റീഷൻ ഉണ്ട് അല്ലേ. അവർക്ക് രണ്ടാമത് ജാക്ക് ഉണ്ട്, മൂന്നാമത് ജാക്ക് ഉണ്ട്, നാലാമത് ജാക്ക് വന്നിരിക്കുന്നത്. ആ റെപ്പിറ്റീഷൻ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഒരു സെന്റൻസ് ഇതിന്റെ തന്നെ ചെയ്യാവേ. നെക്സ്റ്റ് സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കി. ഏതാണുള്ളത്? Jack went to the park. He played on the swings. After that, he went to his home. ഇതിൽ എന്താ വ്യത്യാസം വന്നിരിക്കുന്നത്? ആദ്യത്തെ ജാക്ക് ആ ജാക്ക് പോലെ തന്നെയുണ്ട് അല്ലേ. രണ്ടാമത്തെ ജാക്കിന്റെ സ്ഥലത്ത് നമ്മൾ എന്താ ചെയ്തേ? റീപ്ലേസ് ചെയ്ത് എന്താണ്? ഹി എന്ന് റീപ്ലേസ് ചെയ്തു. മൂന്നാമത്തെ ജാക്ക് നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്തു? അതും ഹി തന്നെയാണ്. നാലാമത്തെ ജാക്സ് ഹോം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിനെ എന്താ റീപ്ലേസ് ചെയ്തേ? ഹിസ് എന്നാക്കി അല്ലെ. ജാക്സ് എന്നുള്ളത് ഹിസ് എന്നാക്കി. അപ്പൊ ഇങ്ങനെ നൗണ് നമ്മൾ ഓൾറെഡി ജാക്ക് എന്ന് പറയുന്നത് നമുക്ക് നൗൺ എന്ന് അറിയത്തില്ലേ. ആ നൗണിനെ റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? മാറ്റിയിട്ട് എഴുതുക അല്ലെ. മാറ്റിയിട്ട് എഴുതുക. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? pronoun എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. a word used in place of a noun. അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? നമ്മൾ നൗൺ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രോനൗണിൽ മനസ്സിലാക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. നൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്തായിരുന്നു? വേർഡ് ഫങ്ഷൻ ചെയ്യുന്നു. എന്തിനെ പറ്റിയ ഫങ്ഷൻ ചെയ്യുന്നത്? പ്ലേസിനെ പറ്റിയോ, പീപ്പിളിനെ പറ്റിയോ, തിങ്സിനെ പറ്റിയോ, ഐഡിയാസിനെ പറ്റിയോ, ആനിമൽസിനെ പറ്റിയൊക്കെ പറയുന്ന വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നൗൺ എന്ന് പറഞ്ഞിരുന്നത് അല്ലെ. ഇതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പ്രോനൗൺ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഹി എന്ന പ്രോനൗണിനെ കണ്ടു. ജാക്കിന് പകരം നമ്മൾ എന്താ കണ്ടത്? ഹി എന്ന പ്രോനൗണിനെ കണ്ടു അല്ലെ. അപ്പൊ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. എന്താണ് പ്രോനൗണിന്റെ എക്സാമ്പിൾ? ജസ്വിൻ enjoys reading books. ഇതില് നൗൺ ഏതാണ് നമുക്ക് ആദ്യം കണ്ടുപിടിച്ചാലോ? ഏതാണ് നൗൺ ഇതില്? ജസ്വിൻ നൗൺ ഉണ്ട്. വേറെ ഏതെങ്കിലും നൗൺ ഉണ്ടോ? അത് വേറെ ഏതെങ്കിലും നൗൺ ഉണ്ടോ? എൻജോയ്സ് റീഡിംഗ് ബുക്സിൽ ഏതെങ്കിലും നൗൺ ഉണ്ടോ? ബുക്സും എന്താണ്? അല്ലേ, നൗൺ അല്ലേ? കൺഫ്യൂഷൻ ഉണ്ടോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ബുക്സും എന്താണ്? നൗണാണ്. അപ്പൊ നമ്മൾ രണ്ട് നൗൺ കണ്ടു. ജസ്വിനും കണ്ടു, ബുക്സും കണ്ടു. അപ്പൊ ഈ ജസ്വിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ? പറ്റും. നമ്മൾ ആദ്യം പറഞ്ഞ അതേ പ്രോനൗൺ തന്നെയാണ്. ഏതാണ്? ഹി ആണ്. ഹി എൻജോയ്സ് റീഡിംഗ് ബുക്സ്. അപ്പൊ ജസ്വിൻ എന്നുള്ളതിനെ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഹി ആണ്. അടുത്ത് നോക്കി വായിച്ചേ. നെക്സ്റ്റ് എക്സാമ്പിൾ വായിച്ചേ. Jaswine's sister always buys books for Jaswin. Jaswine's sister always buys books for Jaswin. ഇത് രണ്ട് ജസ്വിൻ ഉണ്ട്. ജസ്വിൻസ് ഒന്നാണ്, ജസ്വിൻ്റെ എന്നുള്ളത് അല്ലെ. പിന്നെ ബുക്സ് ഉണ്ട്. മൂന്നെണ്ണം ഉണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കും? പ്രോനൗൺ ആഡ് ചെയ്യണം. പ്രോനൗൺ ആഡ് ചെയ്യുമ്പോൾ ജസ്വിൻസ് എന്നുള്ളതിന് പകരം എന്ത് പ്രോനൗൺ അവിടെ വരുക? ഹിസ് എന്ന് വരും അല്ലെ. ജസ്വിൻ സിസ്റ്റർ always buys books for ജസ്വിൻ എന്ന് പറയുന്ന ജസ്വിന് വീണ്ടും നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം? ആ ജസ്വിനെ നമ്മൾ അവിടെ ഹിം എന്ന് റീപ്ലേസ് ചെയ്തു അല്ലെ. അങ്ങനെ വരുന്നതിന് ഈ സബ്ജക്റ്റിന്റെ ഭാഗത്ത് ഏതാ വന്നെ? ഹി വന്നു, ഹിസ് വന്നു അല്ലെ. സബ്ജക്റ്റിന്റെ ഭാഗത്ത് നമുക്ക് ഏതാ വന്നെ? ജസ്വിൻ എന്ന സബ്ജക്റ്റിന്റെ ഭാഗത്ത് ഇവിടെ ഹി വന്നു. അടുത്ത ജസ്വിൻസ് എന്നുള്ള നമ്മുടെ ഹിസ് വന്നു. അതിനെ നമുക്ക് ഈ പ്രോനൗണിൽ ഒന്ന് ഡിവൈഡ് ചെയ്തോണ്ടല്ലോ സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയും. അതിന് നമ്മൾ എന്താ പറയുന്നത്? സബ്ജക്റ്റ് പ്രോനൗൺ. സബ്ജക്റ്റിന്റെ ഭാഗത്ത് വരുന്നത്.
അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റിന്റെ ഭാഗത്തൊന്നും വന്നല്ലോ. ഏതാ വന്നേ? ജയ്ശ്വിനോടെ രണ്ടാമത് ഒബ്ജക്റ്റിന്റെ ഭാഗത്തല്ലേ വന്നേക്കുന്നേ? Yes. അല്ലേ? അപ്പൊ ആ അതിന്റെ വരുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് പറയും? Objective pronoun. ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയും. കണ്ടോ, ഈ ജയ്ശ്വിന് വരെ ഹിം അല്ലേ വന്നേ? എന്നാൽ മുകളിലത്തെ ജയ്ശ്വിന് വരെ എന്താ വന്നേ? ഹി അല്ലേ വന്നത്? അപ്പൊ ചെറിയ വ്യത്യാസം വരും ഏതിന്? അതായത് സബ്ജക്റ്റ് പ്രോനൗണും ഒബ്ജക്റ്റ് പ്രോനൗണും. അപ്പൊ ഒരു ഡിവിഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാതിനെ പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീപ്ലേസ് ചെയ്യുന്ന. ആരെ റീപ്ലേസ് ചെയ്യുന്നേ? നൗണിനെ റീപ്ലേസ് ചെയ്യാണ്. ഈ നൗണിനെ റീപ്ലേസ് ചെയ്യുന്ന സബ്ജക്റ്റ് ഭാഗത്തുള്ള നൗണിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ ആ പ്രോനൗൺ എന്ന് നമ്മൾ പറയുന്നത് സബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയും. ഒബ്ജക്റ്റിന്റെ ഭാഗത്തുള്ള നൗണിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് എന്താ പറയുന്നേ? ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയും. നമ്മൾ സബ്ജക്റ്റ് പ്രോനൗൺ ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് കേട്ടു അല്ലേ? അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഒന്ന് നോക്കിയാലോ? ആദ്യത്തെ എക്സാമ്പിൾ വായിച്ചേ. The guests arrived on time. The guests arrived on time. അടുത്തൊന്ന് വായിച്ചേ എങ്ങനെയാണെന്ന്. I greeted the guests at the door. I greeted the guests at the door. രണ്ടിടത്തും എന്തുണ്ട്? ഗെസ്റ്റ് ഉണ്ട് അല്ലേ? ആ ഗെസ്റ്റിന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ആദ്യത്തെ സെന്റൻസും രണ്ടാമത്തെ സെന്റൻസും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. ആദ്യത്തെ സെന്റൻസിലെ ഗസ്റ്റ് എന്ന് വന്നിരിക്കുന്നത് എവിടെയാ വന്നിരിക്കുന്നത്? സബ്ജക്റ്റിലാ വന്നിരിക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസിലെ സബ്ജക്റ്റ് ഗെറ്റ്സ് ആണോ വന്നിരിക്കുന്നത്? ഐ ആണ് സബ്ജക്റ്റ് അല്ലേ? ഐ ആണ് സബ്ജക്റ്റ് വന്നിരിക്കുന്നത്. അപ്പം സബ്ജക്റ്റ് പ്രോനൗൺ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ ഗസ്റ്റ് എപ്പോഴത്തേക്ക് വന്നു? ഒബ്ജക്റ്റിലേക്ക് വന്നു. ആദ്യത്തെ സെന്റൻസിൽ ഗസ്റ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. രണ്ടാമത്തെ സെന്റൻസിൽ ഗെറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇതിനെ പ്രോനൗൺ വെച്ചിട്ട് ഒന്ന് മാറ്റി നോക്കിയാലോ എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ ഗെറ്റ്സ് എന്നുള്ളത് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് വരും അവിടെ? ദേ വരും. ഗെറ്റ്സ് നമ്മൾ മാറ്റം ചെയ്തപ്പോൾ എന്ത് വന്നു? They arrived on time. Correct അല്ലേ? They arrived on time. എന്നാൽ രണ്ടാമത്തെ സെന്റൻസ് ആണെങ്കിലോ I greeted them എന്ന് വന്നു. എന്തുകൊണ്ടാ വന്നേ? ഒബ്ജക്റ്റ് കണ്ടോ? ഒബ്ജക്റ്റ് പ്രോനൗൺ കണ്ടോ? സബ്ജക്റ്റ് പ്രോനൗണിൽ they വന്നു, ഒബ്ജക്റ്റ് പ്രോനൗണിൽ them വന്നു. അപ്പൊ ഇതാണ് ഡിഫറൻസ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് രണ്ട് എക്സാമ്പിൾ കണ്ടതിന് ശേഷം നിങ്ങൾ സ്വന്തം സെന്റൻസുകൾ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ കണ്ടുപിടിക്കുക ഏതാണ് സബ്ജക്റ്റിൽ വരുമ്പോൾ അത് സബ്ജക്റ്റ് പ്രോനൗൺ എന്നും ഒബ്ജക്റ്റിൽ വരുമ്പോൾ അതിനെ ഒബ്ജക്റ്റ് പ്രോനൗൺ എന്ന് പറയും. അപ്പൊ സബ്ജക്റ്റ് പ്രോനൗൺ ഓൾറെഡി പറഞ്ഞു. ഐ യു ദേ വി ഹി ഷീ ഇറ്റ് എന്ന് പറഞ്ഞു. മറ്റേതാകുമ്പോൾ മീ യു ദം ആസ് him her it. അതാണ് ഒബ്ജക്റ്റ് പ്രോനൗൺ. കാരണം അത് ഒബ്ജക്റ്റിന്റെ പ്ലേസിലാണ് വരുന്നത്. അപ്പം അടുത്തത് നോക്കിക്കോ. this that these those നമ്മൾ ഇതിനു മുമ്പിലും സബ്ജക്റ്റിലും കണ്ടിരുന്നു അല്ലേ? ഇതിന് പ്രോനൗൺ ആണ് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് പ്രോനൗൺ ആണ്. സബ്ജക്റ്റ് നമ്മൾ കണ്ടത് ഏതാണ്? പ്രോനൗൺ ആണ്. ഇതിനെ this that these those എന്ന് പറയുന്ന ഒരു പ്രത്യേക പേരുണ്ട്. അതെന്ത് പേരാണ്? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് അല്ലേ? ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. അതായത് എന്താണ്? നമ്മളിങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു അവസ്ഥ അല്ലേ? ഡെമോൺസ്ട്രേറ്റ് അത് ഇത് എന്നൊക്കെ പറയുന്നില്ലേ? അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ നോക്കിയോ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്. അപ്പൊ ഏതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ? ഇവിടെ ഏതാ വന്നിരിക്കുന്നത്? ദിസ്. ഈ എന്തുകൊണ്ടാണ് ഈസ് വന്നേ? നമ്മൾ സബ്ജക്റ്റിൽ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ് ഈസ് വന്നേ? സിംഗുലർ ആയതുകൊണ്ട്. ദിസ് എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട്. നെക്സ്റ്റ് നോക്കിയേ. ദാറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ. ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ. അതോ ഏതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ? ഏതാണ്? ദാറ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ട് ഈസ് വന്നു? സിംഗുലർ ആയതുകൊണ്ട്. നെക്സ്റ്റ് വൺ. ദീസ് ആർ മൈ കീസ്. അത് ഏതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ? ദീസ് ആണ്. എന്തുകൊണ്ടാണ് അവിടെ ആർ വന്നിരിക്കുന്നത്? പ്ലൂറൽ ആയതുകൊണ്ടാണ്. ഇനി നോക്കിക്കേ, വേറെ ഒന്നുകൂടി ഉണ്ട് അല്ലേ? ദോസ് ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. ഏതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ? ദോസ് ആണ്. അവിടെ വന്നിരിക്കുന്നത് ഏതാണ്? ആർ. വൈ ദ ആർ ഈസ് ദേ? പ്ലൂറൽ ആയതുകൊണ്ട്. ഇനി ഇത് വേറെ നൗൺ ഉണ്ടോ? ആദ്യത്തെ സെന്റൻസ് നോക്കിയേ. ദിസ് ഈസ് മൈ ഫേവറേറ്റ് ബുക്ക്. ദാറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ഐഡിയ. ഇതിൽ ഏതൊക്കെയാണ്? വേറെ നൗൺ ഏതാണ് വേറെ ഉള്ളത്? ബുക്ക് ഉണ്ട്, ഐഡിയ ഉണ്ട്, കീസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പൊ ആ സെന്റൻസിൽ വേറെയും നൗൺസ് ഉണ്ട്. അപ്പൊ ഡിമോൺസ്ട്രേറ്റീവ് നൗൺസ് എന്ന് പറഞ്ഞു ഡിമോൺസ്ട്രേറ്റീവ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നുള്ളതാണ്.
ഇതുവരെ പ്രോണൗണിന്റെയും ഒത്തിരി ഡിവിഷൻ ഉണ്ട് കേട്ടോ. നമ്മൾ അതൊന്നും കാണേണ്ട ആവശ്യമില്ല. നമ്മൾ അറിയേണ്ട എന്താണ്, സ്പോക്കൺ ഇംഗ്ലീഷിന് എത്രമാത്രം ആവശ്യമുണ്ട് എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അടുത്ത് പറഞ്ഞാൽ പൊസസീവ് എന്നൊക്കെ പറയുന്നത് ചെറിയ ഇമ്പോർട്ടൻസ് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ ഉടമസ്ഥാവകാശം കാണിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതിന്റെ ചാർട്ട് നോക്കിക്കോ. ഐ യു ദേ വി ഹി ഷീ ഇറ്റ് നമുക്ക് പറയുന്നത് സബ്ജക്റ്റിൽ വരുന്നതുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പ്രോനൗൺ ആണ്, സബ്ജക്റ്റ് പ്രോനൗൺ ആണെന്ന് പറഞ്ഞു. അതിന്റെ ഉടമസ്ഥാവകാശത്തിലുള്ളതോ എന്താണ് പൊസസീവ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ എന്തായി, മൈൻ, യുവേഴ്സ്, theirs, ours, his, hers, its. ഇതെല്ലാം കേട്ടില്ലേ? പക്ഷെ ഇത് നമ്മൾ ഇതേപോലെ നിയമം പഠിച്ചു നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പൊസസീവ് പ്രോനൗൺ ആണ് എന്ന പേര് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷെ സ്റ്റുഡൻസ് ആണ് എങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം നിങ്ങളുടെ എക്സാംസിനൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനൊക്കെ വരുമ്പോൾ സ്റ്റുഡൻസിനെ സംബന്ധിച്ചുകൊണ്ട്, കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് ഇതിന്റെ പേരൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാതെ സ്പോക്കൺ ഇംഗ്ലീഷിന് വേണ്ടി നിങ്ങളുടെ ലാംഗ്വേജ് നന്നായി സംസാരിക്കാൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചുകൊണ്ട് ഈ മൈൻ, യുവേഴ്സ് എന്നൊക്കെ പറയുന്നത് പൊസസീവ് പ്രോനൗൺ ആണ് എന്ന് അറിയേണ്ട യാതൊരു ആവശ്യമില്ല. നമ്മുടെ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് വരുന്നതായിരിക്കും. അതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് രണ്ടെണ്ണം നോക്കാം. അതാണ് ദിസ് ഈസ് മൈൻ. കേട്ടോ, ഇത് എന്റെയാണ് എന്നുള്ളതില്ലേ. ദിസ് ഈസ് മൈൻ. ഇറ്റ് ഈസ് യുവർ ബാക്ക് പാക്ക്. ഏതാണ് പൊസസീവ്? ഏതാണ്? യുവർ. നെക്സ്റ്റ് വൺ വായിച്ചേ. That is his book. That is his book. അപ്പം ഏതാണ്? His. His. This is her desk. So what is Her. her? And the cat is licking his paw. It's. Is. The next one, read. The next one. We are going to our classroom. We are going to our classroom. അതിൽ ഏതാണ്? Our. കേട്ടോ, my, yours, theirs, ours, his, hers, its എന്ന് പറയുന്നതിനെ നമ്മൾ പൊസസീവ് പ്രോനൗൺ എന്ന് പറയും. അതിനെ ഒന്നും നമ്മൾ പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ ഇതൊന്നും നമ്മൾ ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് ഇത് കയറി വരണം. അപ്പം ഇറവില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മൾ അറിയാൻ വേണ്ടി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളതൊക്കെ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് പറയുന്നുണ്ട്. അതൊന്നും ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൂസ്, വിച്ച്, who, whom, what എന്നൊക്കെ പറയുന്നതാണ് ഇൻട്രോഗേറ്റീവ്. ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസ് ആർ യൂസ്ഡ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രോനൗണുകളെയാണ് നമ്മൾ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. അടുത്തത് ഒരെണ്ണമുണ്ടല്ലോ, ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. നമ്മൾ ആദ്യത്തെ ദിവസത്തെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ നേരത്തെ പറഞ്ഞ ജെസ്സിനെ ഓർക്കുന്നുണ്ടോ? ചിലത് നമ്മൾ പറയുമ്പോൾ സിംഗുലർ ആയിരിക്കും, മറ്റത് പ്ലൂറൽ ആയിരിക്കും നമ്മൾ അന്ന് പറഞ്ഞിരുന്നു. അതിപ്പോഴാണ് മനസ്സിലാകേണ്ടത് എന്താണ് അതിനെ നമ്മൾ പ്രോനൗൺസ് എന്നാണ് പറയുന്നത്. അതിന്റെ മുമ്പിൽ എന്തുണ്ട്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമല്ലാത്ത പ്രോനൗൺ അല്ലേ. ആരോ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ, ആരോ എന്നെ വിളിച്ചു. അതുപോലെ ഇതിലുള്ളത് ഏതൊക്കെയാണ്? നമ്മൾ ഒരു ബഡീസ് ഒരു ഓർഡർ പറഞ്ഞിരുന്നു. ഇന്ന് ഞാൻ ഓർഡർ ഇല്ലാതിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ വീഡിയോ വാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് കറക്റ്റ് എല്ലാം ബഡീസ് എല്ലാം ഒരുമിച്ച്, തിങ്സ് എല്ലാം ഒരുമിച്ച്, പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന വോൺസ് എല്ലാം ഒരുമിച്ചിട്ട് നിങ്ങൾ ചാർട്ട് ഉണ്ടാക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കും ഏതൊക്കെയാണ് സിംഗുലർ, ഏതൊക്കെയാണ് വരുന്നത്, പ്ലൂറൽ ഏതൊക്കെയാണ് വരുന്നത്. എന്നാൽ സിംഗുലറും പ്ലൂറലുമായ സെന്റൻസ് അനുസരിച്ച് വരുന്ന ഏതൊക്കെയാണ്, all, any, more, most, none, some, such എന്ന കാര്യങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് അതിൽ കാണാൻ സാധിക്കും. അപ്പം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നത്തെ സെക്കൻഡ് സെഷൻ, അതായത് പ്രോനൗണിനെ കുറിച്ചുള്ള സെഷൻ നമ്മൾ ഇതിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രോനൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റീപ്ലേസ് ചെയ്യുന്നത്. ആരെയാണ് റീപ്ലേസ് ചെയ്യുന്നത്? നൗണിനെ റീപ്ലേസ് ചെയ്യുന്നു. അങ്ങനെ റീപ്ലേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഒന്ന് ആദ്യത്തെ ഡിവിഷൻ ഏതായിരുന്നു? സബ്ജക്റ്റ് പ്രോനൗൺസ് ആൻഡ് ഒബ്ജക്റ്റ് പ്രോനൗൺസ്. രണ്ടാമത് വരുന്നത് ഏതായിരുന്നു ഡിവിഷൻ നമ്മൾ കണ്ടിരുന്നേ? ഡിമോൺസ്ട്രേറ്റീവ് അല്ലേ? ഡിസൈൻ ദാറ്റ് നമ്മൾ കണ്ടിരുന്നു. ചൂണ്ടിക്കാണിക്കുക. ചൂണ്ടിക്കാണിച്ചതിന് ശേഷം നമ്മൾ എന്താ കണ്ടേ? പൊസസീവ് പ്രോനൗൺസ് നമ്മൾ കണ്ടിരുന്നു. അതിനുശേഷം ഒന്നുകൂടി രണ്ടുകൂടി കണ്ടു അല്ലേ? ഒന്ന് കണ്ടിരുന്നത് ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസും പിന്നെ ഉള്ളത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസും. ഇതേപോലെ ഡിവിഷൻ വ്യത്യസ്തമായ ഡിവിഷനുകളുണ്ട്. പക്ഷെ നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്ര കാര്യങ്ങളാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ സെന്റൻസുകൾ ഉണ്ടാക്കുക. സബ്ജക്റ്റ് പ്രോനൗൺ, ഒബ്ജക്റ്റ് പ്രോനൗണിന്റെ സെന്റൻസ് ഉണ്ടാക്കി മാറ്റി നോക്കുക. അങ്ങനെ നിങ്ങൾ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം പാർട്സ് ഓഫ് സ്പീച്ചിന്റെ അടുത്ത സെഷനുമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. Till then, bye bye. This is Mitch Jeans from Fluent Now. Happy learning.